ഞങ്ങൾക്ക് എല്ലാവരും സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ കിട്ടിയ ചാൻസിൽ ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടിയ ചാൻസിൽ അതിന് മുമ്പ് ജൂലൈയിൽ പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. പ്രൈം മിനിസ്റ്റർ മോദിജിയെ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയെ എല്ലാ ദിവസവും എല്ലാവർക്കും കാണാൻ പറ്റും. നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്, അമിത്ഷാജിയുടെ ഓഫീസിൽ CBCI എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരിട്ട് എല്ലായിടത്തും എപ്പോഴും പറ്റുന്ന പ്രായോഗികമല്ല അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ശൈലിക്ക് ഞാൻ പ്രതികരിക്കേണ്ടവനല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് കേരളത്തിലുള്ളവരോട് പറയുക, സെൻട്രലിലുള്ളവരോട് പറയുക, ഭരിക്കുന്ന സർക്കാരിനോട് പറയുക, എല്ലാ MLA-മാരോട് MP-മാരോട് പറയുക. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടനയും മതസ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ട്. BJP-യോട് മാത്രമല്ല, കോൺഗ്രസിനോട് മാത്രമല്ല, എല്ലാവരോടും പറയുന്നുണ്ട്. അത് എനിക്ക് ഇരട്ടത്താപ്പ് അങ്ങനെയൊന്നും ഒരു വ്യാഖ്യാനം എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഭാരതത്തിൻ്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, മതസ്വാതന്ത്ര്യം കാത്തുപരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനോട് തന്നെ പറയും. ഇത് ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇതൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ്, ബജറംഗൾ പോലെ, ഹിന്ദു ഐക്യവേദി, അങ്ങനെയുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ എല്ലാ വിഭാഗത്തിലും മതത്തിലൊക്കെ ഉണ്ടാകാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കുക. അങ്ങനെയുള്ള എല്ലാ ആക്രമണങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നു. ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ ജബൽപൂരുണ്ടായി, അതും ഇങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണ് ചെയ്തത്. ഇപ്പോൾ ദുർഗ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലുണ്ടായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ ഈ ഉണ്ടായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.